കണ്ണിന് കാഴ്ചയുള്ള വ്യക്തികൾ കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അവർ മറ്റു സെൻസ് ഓർഗന്റെ സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറഞ്ഞോളൂ. നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. പ്രിയരെ, ഇന്ന് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാഴ്ചയല്ല, ത്വക്കാണ് അല്ലെങ്കിൽ സ്കിന്നാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നും എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു. കാരണം കണ്ണാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം. കാഴ്ചയില്ലെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ കേൾക്കും. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കണ്ണില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യല്ലോ. ഇത് കാഴ്ച ഉള്ളവരുടെ ഒരു തെറ്റായ ധാരണയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു സെൻസ് ഓർഗൻ മാത്രമാണ് കണ്ണ്. കണ്ണ് എല്ലാം ആണ് എന്നും മറ്റുള്ള സെൻസ് ഓർഗൻ അത്ര പ്രാധാന്യം ഇല്ലാത്തത് എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ ഒരിക്കൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സൂചിയും നൂലും തരാം, ആ നൂല് സൂചിയിൽ നിന്ന് കോർത്ത് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അതിനെന്താ, അത് സാധ്യമാണ്. സ്പർശനശേഷിയും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ സൂചിയിൽ നൂല് കോർക്കാൻ ആർക്കും പറ്റും. അതിന് കണ്ണിൻ്റെ ആവശ്യമില്ല, കാഴ്ചയുടെ ആവശ്യമില്ല. ഒരു തെറ്റിദ്ധാരണയാണ് കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ സൂചിയിൽ നൂല് കോർക്കാൻ പറ്റൂ എന്നുള്ളത്. ഞാൻ പറയുന്നു, സ്പർശനശേഷിയും അല്ലെങ്കിൽ മറ്റ് സെൻസ് ഓർഗൻ ഉപയോഗിച്ചുകൊണ്ട് കാഴ്ച കൊണ്ട് ചെയ്യാവുന്ന 80% കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ കാഴ്ചയുടെ ലോകത്തു നിന്നും ഇറങ്ങി വരൂ. മറ്റ് സെൻസ് ഓർഗനെ കുറിച്ച് നിങ്ങൾ അതിയായി പഠിക്കേണ്ടതുണ്ട്. അപ്പം മനസ്സിലാവും മറ്റു സെൻസ് ഓർഗൻ്റെയും പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്ക് ത്വക്കിലേക്ക് വരാം, സ്പർശനശേഷിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻ സ്പർശനശേഷിയാണ് അല്ലെങ്കിൽ ത്വക്കാണ്. വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാ, സാരല്ല, വിഷമങ്ങളൊക്കെ മാറും. എന്നാൽ അതേസമയം ദുഃഖിച്ചിരിക്കുന്നൊരു വ്യക്തിയെ നിങ്ങളോട് ചേർത്ത് പിടിച്ചിട്ട്, സാരമില്ല, നിന്റെ എല്ലാ വിഷമങ്ങളും മാറും, നിന്റെ കൂടെ ഞാനുണ്ട്, അങ്ങനെ പറഞ്ഞു നോക്ക്. അയാളെ മുഖത്ത് നോക്കി സാരമില്ല, വിഷമങ്ങൾ മാറും എന്ന് പറയുന്നതിൻ്റെ 100 ഇരട്ടി ശക്തിയുണ്ട് അയാളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ സാരമില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ. ഇത് നിങ്ങൾക്കൊക്കെ അനുഭവിച്ചൊരു കാര്യമായിരിക്കും. ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, ഇയാൾ എന്നെ ചേർത്ത് പിടിച്ചപ്പം എൻ്റെ വിഷമങ്ങളൊക്കെ മാറി എന്ന്. ഇത് സ്പർശന ശക്തിയാണ്. എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് കിട്ടി, നിങ്ങളെ കുട്ടി സന്തോഷത്തോടു കൂടി നിങ്ങളെ വീട്ടിലെത്തുക. നിങ്ങളത് അറിയിച്ചപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചൊരു ആലിംഗനം കൊടുത്തു, അല്ലെങ്കിൽ കുട്ടിയുടെ തോളിൽ തട്ടിയിട്ട് നന്നായി എന്ന് പറഞ്ഞു നോക്ക്. ആ കുട്ടി തൊട്ടടുത്ത എക്സാമിന് എ ഗ്രേഡ് വാങ്ങിയിരിക്കും. കാരണം അത് കൊടുക്കുന്നൊരു അനുഭൂതിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതൊരിക്കലും കുട്ടി മറക്കില്ല. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് കുട്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ നല്ലൊരു ചുംബനം കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് തോളിൽ തട്ടിയിട്ട് നന്നായി പഠിച്ചു വാ എന്ന് പറഞ്ഞു നോക്ക്. ആ കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ കുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത സ്പർശനുണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത ആലിംഗനുണ്ടല്ലോ, അത് ഉണ്ടായിരിക്കും. കുട്ടി ഒരിക്കലും മറക്കില്ല. നിങ്ങളുമായുള്ള ബന്ധം അത് ശക്തമായിരിക്കും. ഇത് സ്പർശനശേഷിയുടെ മാസ്മരികതയാണ്. ഞാൻ എംഎഡിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഒരാളുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരും, എന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും. കുറച്ച് കഴിഞ്ഞ് അവന് എഴുന്നേറ്റ് പോവും. ഞാൻ ഒരിക്കൽ ചോദിച്ചവനോട്, നീ എന്തിനീ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് നല്ല സ്ട്രെസ്സുള്ള സമയത്താണ് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത്. നിൻ്റെ കൈയൊന്ന് കുറച്ചേരം ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ എൻ്റെ സ്ട്രെസ്സ് ഞാൻ അറിയാതെ മാഞ്ഞു പോകും. സ്പർശനത്തിന് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് ഇല്ലാതാക്കാൻ കഴിയും. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ചോദ്യം കൊടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇതിൻ്റെ ആൻസർ കണ്ടെത്തൂ. പിന്നിലിരിക്കുന്ന ഒരു കുട്ടി ആൻസർ കണ്ടെത്തിയിട്ട്, സാർ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അധ്യാപകൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഗുഡ്. അവനിൽ അത് അത്ര എഫക്റ്റ് ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ അവൻ്റെ തോളിൽ തട്ടിയിട്ട് നന്നായിട്ടുണ്ട്, ഗുഡ് എന്ന് പറഞ്ഞു നോക്ക്. ആ വിദ്യാർത്ഥി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ ഒരു സ്പർശനം അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. ആ ഒരു ബന്ധം അവൻ നിലനിർത്തും. ഇതാണ് സ്പർശന ശക്തിയുടെ രഹസ്യം. ഒരിക്കൽ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അവള് വളരെ ദുഃഖിതയായിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു. പക്ഷേ ഞാൻ അസ്വസ്ഥമാകുമ്പോൾ, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറയും, നിൻ്റെ കൂടെ ഞാനുണ്ട്. ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മരണം വരെ ഞാൻ ഓർത്തിരിക്കും.
അയാൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ മെമ്മറിയിലില്ല. അയാളുടെ സ്പർശനം അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇത് സ്പർശനത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ഇത്ര അധികം സാധ്യത സ്പർശനത്തിനുണ്ട്. അതുകൊണ്ട് സ്പർശനത്തിൻ്റെ മാസ്മരികത നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒരു നന്മ ചെയ്തു വരുന്ന കുട്ടിയെ നിങ്ങളൊന്ന് ചുംബിച്ചു നോക്ക്, അവനെ വീണ്ടും വീണ്ടും ആ നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് സ്വന്തം മക്കളെ ആലിംഗനം ചെയ്യാൻ, തോളിൽ തട്ടി അഭിനന്ദിക്കാൻ നമ്മൾ മടി കാണിക്കുന്നത്? പല രക്ഷിതാക്കളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ പിടിച്ചാൽ കിട്ടാറില്ല എന്ന്. 13 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം മക്കളെ പിടിച്ചിട്ട് കിട്ടാത്ത രക്ഷിതാക്കൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങളും മക്കളും തമ്മിലുള്ള ബന്ധം അകന്നു പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധം അകലാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മക്കളൊന്ന് ആലിംഗനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായുള്ള ബന്ധം എന്നും മക്കൾ നിലനിർത്തും. ഒരിക്കലും ആ മാതാപിതാക്കളെ ധിക്കരിക്കാൻ മക്കൾക്ക് കഴിയില്ല, ഇത് തീർച്ചയാണ്. സ്പർശനശേഷി ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തണുപ്പും ചൂടും ആനന്ദവും സന്തോഷവും മൃദുലതയും നമ്മളിലേക്ക് എത്തിക്കുന്നത് പിന്നാണ്, അല്ലെങ്കിൽ ത്വക്കാണ്. ഇത്രയും സാധ്യതയുള്ള ഒരു സെൻസ് ഓർഗനാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.